ഇന്ന് 1-ാം തീയതി നമ്മൾ ട്രിപ്പ് വന്നത് അവണേബേട്ട അങ്ങനെ എന്തൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു വലിയൊരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിലാണ് നമ്മൾ പോകാൻ പോണത്. ഓക്കെ വിരുപക്ഷയുണ്ട്, ഉമേഷുണ്ട്. സോ വി ആർ ഗോയിങ് ടു ക്ലൈംബ് എ ഹിൽ. സോ വി സോ എ ടെമ്പിൾ ആൻഡ് ഇറ്റ് വാസ് നൈസ്. കല്ലുകൊണ്ടുണ്ടാക്കിയ ടെമ്പിളാണ്. കൊള്ളാം. നമുക്ക് അവിടെ നിന്ന് കേസരിയൊക്കെ കിട്ടി. കേസരി ചിത്രാന്ന ഒക്കെ കിട്ടി. സോ നൗ nice Chitrana, no? He also liked this. So now we are going to climb the hill. Okay. So we started climbing the hill. കുറേ സ്റ്റെപ്പുണ്ട്. ഇവിടെ കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ നടന്ന് കയറിക്കൊണ്ട് കേവ് വഴിക്ക് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, നമ്മൾ കയറി പോകണം ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നുമല്ല. ഇങ്ങനെ സ്റ്റെപ്പ് കയറി അത്രയും മുകളിലെത്തണം. We are half dead guys. How is your trekking experience? ലൈക്ക് നമ്മളത് കയറേണ്ടത് വെളുപ്പിനാണ്. പക്ഷെ നമ്മൾ ഭയങ്കര ബുദ്ധിയുള്ള ആളുകളായതുകൊണ്ട് പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആയി. ഉച്ച 12 മണിക്കാണ് ഈ സംഭവം ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ വ്യൂ നൈസാണ്, നല്ല വൈബുണ്ട്. ഇവിടെ എനിക്ക് മാത്രമാണ് മലയാളം പറയണേ. We are half dead but we have did half. So we can do it. No? ഇവിടെ ഓവർ ആക്ടിങ് കാണിച്ച് ചള്ളമാക്കുവാണ് എല്ലാവരും. ഷോനോ ഇവിടെ എല്ലാവരും ഭയങ്കര ഓവർ ആക്ടിങ്. ഇവിടെ വീഡിയോ എടുക്കുന്നു. ഇവിടെ വൈബുണ്ട്, നല്ല വൈബുണ്ട്. ഷോ യു ദ വ്യൂ. കുറച്ചുകൂടെ കയറാനുണ്ട്, കയറിക്കൊണ്ടിരിക്കും. ടയേർഡാണ് പക്ഷെ കുഴപ്പമില്ല, ഇറ്റ്സ് നൈസ്. ആണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. നല്ല രസമുണ്ട്, നല്ല കാറ്റുമുണ്ട്. സോ ഗുഡ്. സോ ഇതാണ് ഗൈസ് പഞ്ചപാണ്ഡവർ ദേവാലയ, സംതിങ് ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് നോ ദ കറക്റ്റ് തിങ്, ബട്ട് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഈസ് ദാറ്റ് ലൈക്ക് ഇവിടെയാണ് പഞ്ചപാണ്ഡവർ പണ്ട് താമസിച്ചെന്നാണ് പറയണത്. സോ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്, ബട്ട് വി ക്യാൻ സിംപ്ലി ബിലീവ്. ദിസ് ഈസ് വാൽമീകി ആശ്രമം. ഇവിടെയാണ് വാൽമീകി തപസ് ചെയ്തതെന്ന് പറയണത്. ഇതും എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം സത്യമുണ്ടെന്ന്. പക്ഷേ സംതിങ് എനിക്ക് ഇതായിരുന്നു. കുന്നിൻ്റെ മുകളിലൊക്കെ കയറി ഇവർ തപസ് ചെയ്യൂ. ലൈക്ക് ഇവിടെ വാൽമീകിയുടെ ആശ്രമം, അപ്പുറത്ത് പഞ്ചപാണ്ഡവരുടെ അമ്പലം പോലെ. ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് നോക്കാം. ആണ് ഗൈസ്. ഇവിടെയാണ് തപസ്സിരുന്നത്. സ്റ്റാച്ചു പോലെ സംഭവമൊക്കെ ഉണ്ട്. സോ ലൈക്ക് പോലെയൊക്കെ ഇതിനുള്ളിൽ കയറാൻ പറ്റും. ഇരുട്ടാന്നും കുറച്ചുകൂടെ പറഞ്ഞു തരാനായിട്ട് ഇവിടെ ഒരാളുമുണ്ട്. ഉള്ളിൽ കയറാൻ പറ്റും. കാണിക്കിട്ട് കൊടുക്കണോ? ചെറിയൊരു വഴിയാണ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് രാമൻ്റെ മക്കളായിട്ടുള്ള ലബനും കുശനും ഒക്കെ ജനിച്ചതായിട്ട് പറയാറുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ പോകണം. കണ്ടോ, അത്ര ചെറിയ സ്ഥലമാണ്. ഓക്കെ, വളരെ ചെറിയ വഴിയാണ്. ഇതിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകണം. ഹനുമന്ത് അവിടെ തപസ്സിരിക്കുന്നു. കണ്ടോ ഗൈസ്, നിങ്ങൾ കണ്ടോ? ഇവിടുന്ന് കുറെ പേര് മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവരുടെ കണ്ടിട്ട് മറ്റേ മഞ്ഞുമൽ ബോയ്സ് ഇവിടെ എന്തോ പ്രതിഷ്ഠ പോലെയൊക്കെ ഉണ്ട്. മേ ബി അവിടെ പൂജ കാണുമായിരിക്കും. കണ്ടോ ഗൈസ്, ഇത് ഭയങ്കര അഡ്വഞ്ചറാണ്. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. തിരിച്ചു വേണം. ഇത്രയേ ഉള്ളൂ. എന്തുവാ മണ്ണ്? മക്കളുണ്ടാകുന്നോ? എനിക്ക് മക്കള് വേണ്ട. അത് അവിടുത്തെ മണ്ണ് കൊണ്ടുപോയ മക്കളുണ്ടാകുന്നൊക്കെ പറയുന്നത് ഗൈസ്.
ആണ് ഞാൻ പറഞ്ഞ പഞ്ചപാണ്ഡവരുടെ ആ ഒരു ദേവാലയം. ഇതാണ് വാൽമീകിയുടെ ആ ഒരു ദേവാലയം. ഓക്കെ, ഇതിൻ്റെ ഉള്ളപ്പോൾ ഞങ്ങൾ പോയേ കൈൻഡ് ഓഫ് ഗുഹ, ഒരു മഞ്ഞുമ്മൽ ബോയ്സ് വൈബ്, അതൊക്കെ ഭയങ്കര വൈബായിരുന്നു. കാരണം നല്ലൊരു അഡ്വഞ്ചറസ് സംഭവമായിരുന്നു. നല്ല മീൻസ് നമുക്ക് ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂവെങ്കിലും ഇറ്റ് വാസ് വൈബ്, എൻജോയ്ഡ്. നമുക്കിനി അടുത്ത സ്ഥലത്ത് പോകാൻ നോക്കാം. പഞ്ചപാണ്ഡവരുടെ അകത്ത് കയറാൻ പറ്റുമെന്ന്, ഇതിൻ്റെ ഉള്ളിലും കയറാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ചപ്പൽ ഓക്കെ, നമ്മൾ ചെരുപ്പുഴി അകത്ത് കയറണം. ഇറ്റ്സ് കൈൻഡ് ഓഫ് ടെമ്പിൾ എന്ന് പറയാൻ പറ്റില്ല. കണ്ടോ, കല്ലും കൊണ്ടുള്ള ഒരു ശിവലിംഗം പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നേരത്തെ പോലത്തെ അത്ര അഡ്വഞ്ചറസ് ഒന്നുമല്ല. സിംപ്ലി വി ക്യാൻ ഗോ ഇൻ സൈഡ് ആൻഡ് വി ക്യാൻ വർഷിപ്പ്. ഇത് ഞാൻ നാഗേഷണൻ്റെ പിള്ളേരാണ്. കയറി നമ്മളിപ്പോൾ സീതാദേവിയുടെ ടെമ്പിളിലേക്കാണ് പോണേ. ഫസ്റ്റ് നമ്മൾ കണ്ടത് രാമലിംഗേശ്വര ടെമ്പിൾ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ക്യാൻ യു റീഡ് ദിസ്? ഇവിടെ എന്തോ ഒരു കോട്ട ഗൈസ്. This is some Ekata Ramaswamy Mandira. So here if you go, you have to remove the chappal and all, no? So if you go like this, oh, it's a temple la. Okay guys, ഇവിടെ എന്തൊക്കെയുണ്ട് guys. Nageshana with his trophy, another trophy. Hanuman without a trophy. ഇവിടുത്തെ കല്ലൊക്കെ കൊള്ളാം ഗൈസ്, കണ്ടോ? കൊള്ളാം. ഇവിടെ കുറെ ഇങ്ങനെ കല്ല് വെച്ചിട്ടുണ്ട്. Why they are keeping stones like this? Anything will be. If you have any problems and all. പോസിറ്റീവ് തിങ്സ്. എന്തെങ്കിലും പോസിറ്റീവ് വൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. കല്ലൊക്കെ വെച്ചിട്ടുണ്ട്, കൊള്ളാം, വൈബുണ്ട്. ഒത്തിരി കല്ലുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്, മനസ്സിലായോ? പിന്നെ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വ്യൂ ഒന്നും വേറെ ഏതൊരു മലയുണ്ട്, ആ മലയുടെ വ്യൂ കിട്ടും. ഇവിടെ വേറൊരു മലയുണ്ട്, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ജയശേഖർ എന്താ ചൂണ്ടിക്കാണിക്കുന്നു? അവിടെ ഒരു മല. ഇവിടെ എല്ലാവരും ഇങ്ങനെ നിന്ന് വർത്തമാനം പറയുന്നു. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ടെമ്പിൾ ഉണ്ട് ഗൈസ്. ഇഫ് യു സീ യു ക്യാൻ സീ. ഓക്കെ, സോ ആ ടെമ്പിളിലാണ് നമുക്ക് പോകേണ്ടത്. പക്ഷെ അവിടേക്ക് പോകാനുള്ള വഴി നമുക്ക് അറിഞ്ഞുവിടാം. ജയശേഖർ, ഹൗ ഈസ് ദ ജോഷ്? So enjoy. വിരുപക്ഷ, Full Josh. I am full Josh. I am full Ashwati. I am full Josh. Enjoyed. What you enjoyed here? Trekking. Avani Hills. Avani Betta. Who is Avani? അവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ അമ്പലം അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത് വിചാരിക്കുന്നു. പോകുന്ന വഴി കുറേ വലിയ പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രണ്ടും എഴുതിയിട്ടുണ്ട്. പക്ഷെ കന്നഡ എനിക്ക് പക്ഷെ അറിയില്ല. ഇവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ബാക്ക് ക്യാം കാണിച്ചത്. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് ഗൈസ്. ഒരു തടാകം പോലെ സംഭവം, കൊള്ളാം, വൈബുണ്ട്. ദിസ് പീപ്പിൾ ഉണ്ട് ഇവിടെ. നമ്മൾ നടന്ന് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു സംഭവം കണ്ടു. ഇതിൽ എഴുതിയേക്കുന്ന എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ വെച്ചാണ് മറ്റേ ലവനെയും കുശനെയൊക്കെ വാൽമീകി പഠിപ്പിച്ചേ എന്നൊക്കെയാണ് പറയണത്. പണ്ടത്തെ ഒരു സ്കൂൾ ഗുരുകുലം വൈബൊക്കെ ഉണ്ട്. ചിലപ്പോൾ കറക്റ്റായിരിക്കാം, വരുന്നോ. ഇവിടെ കണ്ടോ, പുള്ളി വരുന്ന വഴിക്ക് ഇതുപോലെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ രാമൻ ലക്ഷ്മണൻ സീതയായിട്ടിരിക്കുന്ന, ഹനുമാൻ ലവൻ കുശനെയൊക്കെ കൊണ്ടിങ്ങനെ വരുന്ന, അങ്ങനെയൊക്കെയാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. ആരൊക്കെയാണോ അത് പണ്ടിത് വരച്ചേക്കണ, കൊള്ളാം, വൈബുണ്ട്. കാലങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കുറേ പക്ഷിശാസ്ത്രക്കാരെയൊക്കെ കണ്ടു ഗൈസ്. ഇത് കണ്ടോ, പണ്ട് നമ്മൾ സിനിമയിലെ കണ്ടില്ലേ, പക്ഷിശാസ്ത്രക്കാർ തത്തേനെ വിളിക്കുന്നു, തത്ത എന്നിട്ട് നമ്മുടെ ഭാവി പ്രവചിക്കുന്നു, അതൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. നമ്മളിവിടെ ജയശേഖരനെ നോക്കാൻ വേണ്ടിയിട്ടിരിക്കും. അപ്പോൾ ആദ്യം കാണിക്കിടാൻ പറയുക. ആള് തെലുങ്കിലാണ് പറയണേ. നമുക്ക് നോക്കാം എന്താ പറയണെന്നുള്ളത്. നമുക്ക് ആൻസൈറ്റിയുടെ പുറത്ത് നമ്മളാക്കുന്ന ആദ്യം വീട്ടുകാരെന്താ വിചാരിച്ചൊക്കെ എന്തൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നു. ಏನ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ? 5, 6, 7 ಮುಗಿತಾಯಿತು.
ഇവിടെ ഫുൾ കോമഡിയാണ്. చిత్రదుర్గ శాస్త్రం నిజం చెప్పు అబద్ధం చెప్పు పైన తిప్పుకోవద్దు నువ్వు 50 రూపాయలు మా పేరు కాదు దీని పేరు రాసి వచ్చి తినేదానికి కట్టేదానికి బంగారు నా టైం ఉంటుంది నా రాసేట్లుంది నా రైతు మనసులో మనసులో శాస్త్రం పెడతాను అంటే పుట్టిండేది സൂര്യലഗ്നമോ പെരുകിണ്ടേത് സംഭവിക്കാറ് കാര്യമായിട്ട് തെളിവിൽ എന്താ പറയണത്, എനിക്കെന്ത് സംഭവം മനസ്സിലായില്ല. പുള്ളി ശാസ്ത്രത്തെ പറ്റി പറയണത് സോ മച്ച് കൈൻഡ് ഓഫ് పరమాత్మ కాపాడతాడు. വീഡിയോ നമ്മൾ ആ പക്ഷിശാസ്ത്രക്കാരൻ്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞ് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് എ ക്രൈം നോ, കാരണം ബേർഡ്സിനെ വെച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാ. അപ്പോൾ വീഡിയോ എടുത്തില്ല. പക്ഷേ ഇവരെല്ലാവരും നിർബന്ധിച്ച് ഞാനും പോയി ഒരു ചീട്ട് എടുക്കാനിരുന്നു. പുള്ളിക്ക് 50 രൂപയൊക്കെ ദക്ഷിണ കൊടുക്കണം കേട്ടോ, എന്നാലേക്ക് പുള്ളി നോക്കി പറയുള്ളൂ. അപ്പോൾ ആദ്യം തത്ത നമുക്കൊരു കാർഡ് എടുത്ത് തരും, പിന്നെ അത് കഴിഞ്ഞ് നമ്മളോട് തന്നെ ഒരു കാർഡ് എടുക്കാൻ പറയും. തത്ത ഒരു കാർഡ് എടുത്തു കഴിഞ്ഞപ്പം അതിൽ സരസ്വതി ആയിരുന്നു വന്നിരുന്നത് എനിക്ക്. അപ്പം ലൈക്ക് ഹി ടോൾ മീ, ആൾ തെലുഗുല പറഞ്ഞു, എനിക്ക് ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു. ഞാൻ എന്ത് വിചാരിച്ചാലും നടക്കും, എൻ്റെ ഏറ്റവും നല്ല സമയമാണ്, നല്ലൊരു ഫസ്റ്റ് ക്ലാസ് ലൈഫായിരിക്കും ഉണ്ടാവണേ, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഒരു കാർഡ് എടുത്തത് കൃഷ്ണൻ രാധ. കൃഷ്ണൻ രാധ വന്നപ്പോൾ എൻ്റെ കല്യാണം ഈ വർഷം നടക്കുന്നു പറഞ്ഞു. കേൾക്കുമ്പോൾ സന്തോഷിക്കേണ്ട, പക്ഷെ ചെക്കനില്ലടാ, എന്ത് ചെയ്യും. ഇപ്പം നമ്മൾ നടന്ന് ഇതിനൊരു അന്ത്യമാവുന്നില്ല, കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതെനിക്ക് തോന്നുന്നു പഴനിമലയെക്കാട്ടിലും കൂടുതൽ സ്റ്റെപ്സും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ വ്യൂ കൊള്ളാം. ഇതൊക്കെ ഇനി തിരിച്ചിറങ്ങണമെന്ന് ആലോചിക്കുമ്പം ഭയങ്കര സ്ട്രെസ്സുണ്ട്. നൈസ് ഓൺലി ഇൻ ബിറ്റ്വീൻ ഇങ്ങനത്തെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട്. അയ്യോ, ശാസ്ത്രം ഇസ് നൈസ്, ബട്ട് ഈവൻ ദോ അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ ഹൗ ക്യാൻ സമ്മൺ നോ അവർ ഫ്യൂച്ചർ, പാസ്റ്റ്, എവറിത്തിങ്. നിങ്ങൾക്ക് എന്താണ് ഗൈസ്, നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ? ഞാനൊരു കാര്യം കണ്ടു ഗൈസ്, ഈ ഒരു പാറ കണ്ടോ, അതിൻ്റെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആളുകൾ ഉരുണ്ട് ഇങ്ങനെ ഉരുണ്ട് ഞാൻ വരുന്നത് മനസ്സിലായോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. പിന്നെ ആ ഒരു ഏരിയയിൽ ഇവിടെ വരെ വരുന്നത് ആൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ജീവിതം ഈ ഒരു കല്ലിൻ്റെ അടിയിൽ തന്നെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ആൾ കിടന്ന് ഉരുളാൻ തുടങ്ങി. എന്തിനും ഉരുളെന്ന് എനിക്കറിഞ്ഞൂടാ, എൻ്റെ ലോജിപ്പിക്കാനായിട്ടായിരുന്നു. സോ അങ്ങനെ ഉരുളാൻ തുടങ്ങി. ഉരുണ്ട് ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ 2-3 നാൾ ഉരുണ്ടപ്പോഴത്തേനും വേദനയൊക്കെ പോയി. അപ്പോൾ ഇവരുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന ആളുകൾ അങ്ങനെ കിടന്ന് ഉരുണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കല്ലിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് ഉരുണ്ടുണ്ടെങ്കിൽ നമുക്ക് പീരിയഡ്സ് പെയിൻ ഉണ്ടാകത്തില്ല, പെയിൻ കുറവായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ മണ്ണ് കഴിക്കണം എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള കുറച്ച് കുഴപ്പമൊക്കെ ഒത്തിരി പേര് ഇത് ചെയ്യാറുണ്ട്. പക്ഷെ കൊള്ളാം, നല്ലൊരു ഐഡിയ ആണ്. ഞാൻ ഉരുളാൻ പോയില്ല, ഉരുളാൻ പോയിട്ട് നടക്കാൻ പോലുള്ള ആരോഗ്യമില്ല. ഇപ്പോൾ ഒരു ആൻറ്റി അവിടെ നിൽക്കുന്നത്, ആൻറ്റി ഉരുണ്ടിട്ട് വരാനുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി ഒറ്റ എത്തി ചുണ്ടൊക്കെ ട്രൈ ചെയ്ത്. ഇപ്പോൾ ഏറ്റവും മുകളിലേക്ക് ഒരു അമ്പലമുണ്ട്, സീതാദേവിയുടെ ഒരു അമ്പലം. അവിടെ ഇരിക്കുക, കുറച്ച് വെള്ളം കിട്ടുമെന്ന് പറയുമ്പോൾ മുണ്ടിപ്പത്തിലൊരു പോയിക്കാം. ഞങ്ങൾക്ക് ബിയോക്കത്തിൽ വെള്ളം കുടിച്ച് ജീവനൊക്കെ ഉണ്ടായിട്ട് ഇവിടെ വെള്ളമില്ല. താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടുള്ളൂ. വെള്ളത്തിൻ്റെ വില ഇതുപോലെ നമ്മൾ ഏതെങ്കിലും വെള്ളം കിട്ടാൻ സ്ഥലത്ത് വന്ന് കുട്ടികൾക്ക് ആദ്യമേ 2 കുപ്പി വെള്ളം കൊണ്ട് കയറുന്നവർ, നമ്മൾ 2 കുപ്പി വെള്ളം കൊണ്ട് കയറിയ. പക്ഷേ
ഓൺ ദ വേ ഇത്രയും ആളുകളുള്ളതുകൊണ്ട് ഇഷ്ടം കുറച്ച് വെള്ളമൊക്കെ എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഇത്ര അധികം നല്ല സമാധാനമുണ്ട്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ. ഒന്നും So this is the view from the place. It's so good, guys. So good. നല്ല കാറ്റുണ്ട്. Jolly, 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 jolly. Something to tell. Happy New Year 2025.